ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായ ഒരു കരിക്കപ്പം ഉണ്ടാക്കിയാലോ. അതിനായി നമ്മളെ അധികം വെള്ളമാകാത്ത നല്ല പച്ച തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പൊട്ടിച്ചെടുക്കാം. തീരെ കരിക്കുമല്ല, എന്നാൽ നല്ലപോലെ വിളഞ്ഞതുമല്ല, അങ്ങനത്തെ പരുവത്തിലുള്ള തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ നമുക്ക് ചിരകിയെടുക്കണം. ഇതിൻ്റെ കരിക്കും വെള്ളവും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ തേങ്ങ കണ്ടാൽ നല്ല വിളഞ്ഞ തേങ്ങയാണെന്ന് തോന്നും, പക്ഷേ ഇത് ചിരകിയെടുക്കുമ്പോൾ വലിയ വലിയ പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലെ വെള്ളം കൂടി നമ്മൾ അരയ്ക്കുന്ന മാവിലേക്ക് ചേർക്കുന്നുണ്ട്. പച്ച തേങ്ങ ആയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാവെള്ളമാണ് നമുക്ക് കിട്ടിയത്. കഴുകി കുതിർത്തി വെച്ച പച്ചരി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ കൂടി ചേർക്കാം. ഇതേ കണ്ടോ, ഇതേപോലെ നല്ല വലിയ പീസായിട്ടാണ് നമുക്കിത് ചിരകിയപ്പോൾ കിട്ടിയത്. ഈ തേങ്ങാവെള്ളം കൂടി നമുക്കിതിലേക്ക് ഇനി ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരഞ്ഞു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ചോറ് കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ കരിക്ക് ചേർത്ത അപ്പം നല്ല സോഫ്റ്റായി കിട്ടാനും കൂടിയാണ് നമ്മൾ ഈ ഒരു സ്പൂൺ ചോറ് കൂടെ ചേർക്കുന്നത്. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടാനും നല്ല സോഫ്റ്റ് ആകാനും കുറച്ച് ഐസ് ക്യൂബ്സും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്ത് നമ്മുടെ മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി അരി കൂടി നമുക്ക് ഇതുപോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് വെക്കാം. മാവ് ചൂടാകാതിരിക്കാൻ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. അരച്ച മാവിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെക്കണം. രാത്രിയിൽ നമ്മൾ ഇതേപോലെ അരച്ച് വെച്ച് രാവിലെയാണ് നമ്മളെ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ കണ്ടോ, രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശ ചുടുന്ന പാനിൽ നമുക്കിത് ചുട്ടെടുക്കാം. നമ്മുടെ കരിക്കപ്പം എന്തേ കണ്ടോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ബണ്ണ് പോലെയുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ മാവിൽ നമ്മൾ ചെറിയ ജീരകം ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുത്താൽ വെള്ളയപ്പമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാവെള്ളം ചേർത്തതിനാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അപ്പമാണിത്. ഇതിൻ്റെ കൂടെ ചട്നിയോ കടലക്കറിയോ ഇറച്ചിക്കറിയോ എന്ത് വേണമെങ്കിലും ഇതിന് കോമ്പിനേഷനാണ്. നമ്മുടെ മാവെല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കറി ഉണ്ടാക്കാം. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കിഴങ്ങാണ്. കിഴങ്ങ് കറിയാണ് ഇന്ന് നമ്മൾ വെക്കുന്നത്. കിഴങ്ങ്, സബോള, പച്ചമുളക് എല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പിനാവശ്യമായ തേങ്ങയും പെരുംജീരകവും നന്നായിട്ട് അരച്ചെടുക്കാം. വെന്ത് വന്ന കിഴങ്ങിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് താളിച്ചെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാലോ. എല്ലാവരും ഷെയർ ചെയ്യണേ. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ